വടകരയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ കഥാശില്പം അരങ്ങേറി. വടകര പുതിയ സ്റ്റാൻഡിൽ നടന്ന പരിപാടി സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകര ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ കണ്ടന്റ് റൈറ്റർ അശ്വന്ത് ബട്ടർഫ്ലൈ എഴുതി അവതരിപ്പിക്കുന്ന നോവാർ കഥാശില്പമാണ് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ അരങ്ങേറിയത്. സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകര ഉദ്ഘാടനം ചെയ്തു. ഒറ്റയാശ്ലേഷം കൊണ്ട് തീർത്തിടാം ജന്മസങ്കടമത്രയും, ഒറ്റ പുഞ്ചിരി കൊണ്ടലിയിക്കാം പാരിലെ വെറുപ്പൊക്കെയും, ഒറ്റയാശ്ലേഷം കൊണ്ട് തീർത്തിടാം ജന്മസങ്കടമത്രയും. രണ്ടു പാളങ്ങളല്ലയോ നമ്മൾ കണ്ടു മരിപ്പവർ. സിനിമാ പ്രവർത്തകൻ അജ്മൽ ഇംപാല, രാജൻ സിദ്ധാന്തപുരം എന്നിവർ സംസാരിച്ചു. അശ്വന്ത് ബട്ടർഫ്ലൈ കഥാശില്പം അവതരിപ്പിച്ചു. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഏതു യുദ്ധത്തിലും ചുട്ടുകരിക്കപ്പെടുന്നതെന്നും കുഞ്ഞുങ്ങളുടെ കബദ്ധങ്ങൾക്ക് മേൽ ചവിട്ടി നിന്ന് യുദ്ധത്തിന് ജയ് വിളിക്കുന്നവർക്കെതിരെ മനുഷ്യത്വം നശിച്ചിട്ടില്ലാത്ത സാധാരണ മനുഷ്യരുടെ ചൂണ്ടുവിരൽ ഉയരുമെന്നും കഥാശില്പം പറയുന്നു. എന്താണെന്ന് കുഞ്ഞിനറിയില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊന്ന് മുതിർന്ന് വരുന്നവർ മുതിരുന്നതാണ് യുദ്ധം. പക്ഷേ ഇരകളാക്കപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ്, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ കബന്ധങ്ങൾക്ക് മേലെ കയറി നിന്ന് യുദ്ധങ്ങൾക്ക് ജയ് വിളിക്കുന്നവരോടാണ്. കുഞ്ഞുങ്ങളുടെ കബന്ധങ്ങൾക്ക് മേലെ കയറി നിന്ന് യുദ്ധങ്ങൾക്ക് ജയ് വിളിക്കുന്നവരോടാണ്. കുഞ്ഞുങ്ങളുടെ കബന്ധങ്ങൾക്ക് മേലെ കയറി നിന്ന് യുദ്ധത്തിന് ജയ് വിളിക്കുന്നവരോടാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്കും ചിതറി വീഴാനിരിക്കുന്ന യുദ്ധമാണ് നിങ്ങൾ പേറി നടക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്കും ചിതറി വീഴാനിരിക്കുന്ന യുദ്ധമാണ് നിങ്ങൾ പേറി നടക്കുന്നത്. പൊള്ളലേറ്റ് പിടഞ്ഞു വീഴുന്നത് അപ്പോഴും കുഞ്ഞുങ്ങളാണ്. ആയുധ കച്ചവടത്തിന് വേണ്ടി യുദ്ധം വിതച്ച് യുദ്ധം കൊയ്യുന്നവർ, നയമില്ലാത്ത നയതന്ത്രം നടപ്പിലാക്കുന്നവർ, സ്കൂളുകൾക്ക് മേൽ ബോംബുകൾ ശരവർഷം പൊഴിക്കുന്നവർ, ചുട്ടരിച്ചു കളയുന്നത് പാവം കുഞ്ഞുങ്ങളെയാണ്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.